റിലേറ്റീവ് ഹൗസിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ കപ്പൂർ എന്ന സ്ഥലത്താണ് ഈ പ്രൊജക്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 2700 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. ഈ പ്രൊജക്റ്റ് വലിയൊരു ചാലഞ്ചസോട് കൂടിയിട്ടാണ് ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈൻസും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ ടൈം ഫ്രെയിമും നമുക്ക് വലിയൊരു ചാലഞ്ചസ് തന്നെയാണ്. അച്ചീവ് ചെയ്യുമെന്ന് തന്നെയാണ് റിലേറ്റീവ് ഹൗസിൻ്റെ വിശ്വാസം. ഈ പ്രൊജക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ അനാലിസും സയൻസ് റിപ്പോർട്ടും അതേപോലെ തന്നെ സ്ട്രക്ചറൽ ഡിസൈൻസും ഒക്കെ നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടാണ് ഈ പ്രൊജക്റ്റിലേക്ക് ഞങ്ങൾ കാൽവെപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മാത്രമല്ല ഇതിൻ്റെ ഒരു വിൻഡ് കാൽക്കുലേഷനും ക്രോസ് വെന്റിലേഷൻസും ഒക്കെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റായിട്ടാണ് ഞങ്ങൾ ഡിസൈൻസിനെ ഇത് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഡിസൈൻ കോൺസെപ്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അത് ഞാൻ 100% ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചാലഞ്ച് ഞങ്ങൾ ഫേസ് ചെയ്തത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്ലോട്ടിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു കിണറുണ്ടായിരുന്നു. ആ കിണറായിരുന്നു നമുക്ക് വലിയൊരു ചാലഞ്ചസ്. എന്നാൽ അത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ക്ലയൻറ്റ് നമ്മുടെ റിലേറ്റീവ് ഹൗസിലേക്ക് വന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് വന്നിട്ടുള്ളത്. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും അവരുടെ ഈ ഒരു പ്ലാനിൽ ഉൾപ്പെടുത്തണമെന്ന് അവർക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൻ്റെ സൈറ്റ് വിസിറ്റ് നമ്മൾ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്ലോട്ട് ആക്ച്വലി ഒരു റെഗുലർ ഷേപ്പും നമുക്കിവിടെ എങ്ങനെ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ജിയോഗ്രഫിക്കൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇതൊരു സർവേ നടത്തി നോക്കുമ്പോൾ തന്നെ ലെവൽസിലൊക്കെ ഒരു ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. നമ്മളെ ബാക്ക് സൈഡ് മുതൽ അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരെ വലിയൊരു ഡിഫറൻസിലാണ് ഇത് കിടന്നിരുന്നത്. ഞങ്ങൾ വളരെ അധികം ആലോചിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസൈൻസിലേക്കൊക്കെ ഞങ്ങൾ എത്തിപ്പെട്ടത്. നമ്മളതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കംപ്ലീറ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിങ്ങിലേക്കുള്ള സംഭവങ്ങളും ലാൻഡ്സ്കേപ്പ് ഡിസൈൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ ഇങ്ങനെ 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു ബേസിക് കമ്മ്യൂണിറ്റീസ് കൂടി ഉൾപ്പെടുത്തിയിട്ട് ആണ് നമ്മൾ ഈ പ്ലാന് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. സൈറ്റിലൂടെ നല്ല ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം നമ്മൾ ഈ പ്ലാനിനെ ഡിസൈൻ ചെയ്യാൻ. നമുക്കിത് എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ വലിയൊരു ചാലഞ്ചസ് ആയിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു. അതിനെ പൂർണ്ണമായിട്ടും ഞങ്ങളൊരു സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്തു. അതിനെ ഒരു ഫ്യൂച്ചറിൽ നമുക്കതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻസുകൾ നമ്മൾ അവിടെ എക്സിക്യൂട്ട് ചെയ്തു. നിങ്ങൾക്ക് കാണാം ഈ പോർഷൻ ഇപ്പോൾ തന്നെ നമ്മളൊരു സ്ലാബിൽ നമ്മൾ RCC സ്ലാബ് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് RCC സ്ലാബ് മാത്രമല്ല, ഇതിന് പില്ലറുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഇതിന് ബീമുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു സൂപ്പർ സ്ട്രക്ചർ വർക്ക് ആരംഭിച്ചിട്ടുള്ളത്. പ്ലാൻ ഡിസൈൻ ചെയ്തതിന് ശേഷമുള്ള നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് അതിൻ്റെ 3D ഡിസൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് മോഡേൺ ആയിട്ടും കണ്ടംപററി, കേരള സ്റ്റൈല്, കൊളോണിയൽ സ്റ്റൈൽ, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നമ്മൾ ഇതിൻ്റെ 3D ഡിസൈൻ കോൺസെപ്റ്റുകൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലയൻറ്റിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. This is Abdul Shakur signing off from Relative House Homes.